സമരം തുടർന്നാൽ തെരുവിൽ നേരിടുന്നതാണ് ഡിവൈഎഫ്ഐ പറഞ്ഞത്. അതിന് ഡിവൈഎഫ്ഐ 2 ജന്മം കൂടി ജനിക്കണം. ഡിവൈഎഫ്ഐക്കാരല്ല ആരാണ് അവന്മാർ ഇവിടുത്തെ? തെരുവിൽ നേരിടാൻ വന്നാൽ ഡിവൈഎഫ്ഐക്കാർ പിന്നെ തിരിഞ്ഞു നോക്കാൻ ആളുണ്ടാവില്ല. അത്തരം ഭീഷണിയൊന്നും വേണ്ട. ഡിവൈഎഫ്ഐ ഇതിൽ പറയുന്നത് ഈ ആരോഗ്യ മേഖലയുടെ സംരക്ഷണമോ അതിന്റെ നല്ല രീതിയിലുള്ള പോക്കോ അല്ല, വീണ ജോർജിനെ ടാർഗറ്റ് ചെയ്തിട്ടാണ് ഈ സമരങ്ങളൊക്കെ നടക്കുന്നത് എന്നൊരു വാദം കൂടി അവർക്ക് ഉന്നയിക്കുന്നത്. വീണ എന്ന് പറയുമ്പോഴേക്ക് CPM-മാർക്ക് ഭ്രാന്തളകുകയാണ്. അതാണ് ഇപ്പോഴത്തെ പ്രശ്നം. വീണ എന്ന് കേൾക്കുമ്പോഴേക്കും ഇതൊരു വീണ ജോർജിനെതിരെ മാത്രമുള്ള സമരമല്ല, ഈ സർക്കാരിൻ്റെ നയത്തിനെതിരായിട്ടുള്ള സമരമാണ്. സർക്കാർ പൊതുജനാരോഗ്യം തകർത്ത് സ്വകാര്യ മേഖലയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നതിനെതിരായിട്ടുള്ള വലിയ ഒരു ആശയപരമായിട്ടുള്ള പോരാട്ടമാണ്. ഈ മറ്റൊരു കാര്യം, നമ്മുടെ BJP-യിലുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഇപ്പോൾ വലിയ തോതിലുള്ള ചർച്ച വരുന്നു. രാജീവ് ചന്ദ്രശേഖർ വന്നതിന് ശേഷം നിങ്ങളെ പോലുള്ള ആളുകളെയൊക്കെ ഇങ്ങനെ തഴഞ്ഞ് മൂലക്കിരുത്തുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. വലിയ ഒരു ചർച്ച ഞാൻ കേട്ടിട്ടില്ല. നിങ്ങൾ ഈ പറയുന്ന ചർച്ചയല്ലാതെ ഇങ്ങനെയുള്ള ഒരു ചർച്ച ഞാൻ കേട്ടിട്ടില്ല. വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ജ്യോതി മൽഹോത്ര കേരളത്തിൽ വന്ന് അത് പറയണത് വിഷയത്തിൽ എന്താണ് BJP? അല്ല, ഞാൻ 1 മാസം 5 ദിവസം മുമ്പേ ഈ കാര്യം പറഞ്ഞതാണ്. ജ്യോതി മൽഹോത്രയെ സർക്കാർ സ്പോൺസർ ചെയ്താണ്, ടൂറിസം വകുപ്പ് സ്പോൺസർ ചെയ്താണ് ഇവിടെ കൊണ്ടുവന്നത്. അതിനുള്ള കാരണം ജ്യോതി മൽഹോത്ര കഴിഞ്ഞ 1 വർഷത്തിലധികമായി നടത്തുന്ന ഇന്ത്യ വിരുദ്ധ പ്രചരണങ്ങളിൽ ആകൃഷ്ടനായിട്ടാണ് മുഹമ്മദ് റിയാസിൻ്റെ വകുപ്പ് അവരെ ഇങ്ങോട്ട് ക്ഷണിച്ചു വരുത്തിയത്. കാരണം ജ്യോതി മൽഹോത്ര കഴിഞ്ഞ 1-1.5 വർഷമായിട്ട് ഇന്ത്യക്കെതിരായി, ഈ നാടിനെതിരായി, പാകിസ്ഥാൻ അനുകൂലമായി വലിയ തോതിലുള്ള ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. മുഹമ്മദ് റിയാസിനും സംഘത്തിനും മനസ്സിലായി, ഇത് നല്ല കൊള്ളാവുന്ന ഒരാളാണ്, ഇന്ത്യക്കെതിരായി പ്രവർത്തിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ്, അതുകൊണ്ട് അവരെ ഇവിടെ ടൂറിസം പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ വിളിക്കണം. അതാണ് സത്യം. അല്ലാതെ അതിൽ വേറെ മന്ത്രി രോഷാഹുലിനായിട്ട് കാര്യമല്ല. ജ്യോതി മൽഹോത്രയെ അറിയാതെ കൊണ്ടുവന്നതല്ല. അവരുടെ ബ്ലോഗുകളൊക്കെ സഖാക്കന്മാർ കണ്ട് അത് ഇന്ത്യക്കെതിരായിട്ടുള്ള ബ്ലോഗുകളാണ്. അവർ നടത്തുന്ന വീഡിയോ യൂട്യൂബ് പ്രദർശനങ്ങളിലെല്ലാം ഇന്ത്യയെ തകർക്കുന്നതാണ്. അത് ശരിക്കും മുഹമ്മദ് റിയാസിന് മനസ്സിലായി. അങ്ങനെയാണ് അവരെ ക്ഷണിച്ച് ഇവിടെ കൊണ്ടുപോകുന്നത്. അല്ല, അവരിപ്പോൾ ഓൾറെഡി അന്വേഷണത്തിലാണല്ലോ. ആ കേസിൽ അവർ ജയിലിലാണ്. അല്ലല്ല, ഞാൻ ചോദിക്കട്ടെ, നമ്മളെ നാട്ടിലെ ഒരു സർക്കാർ വകുപ്പിന് പ്രൊമോഷൻ നൽകാൻ ആരെയാണ് കൊണ്ടുവരുന്നത് എന്നുള്ളതിന് ഒരു അന്വേഷണവും ഇല്ലേ, ഒരു പരിശോധനയില്ലേ? അപ്പോൾ പരിശോധന ഇല്ല എന്ന് പറയുന്നത് ഒഴിഞ്ഞു മാറലാണ്. ശരിക്കും മനസ്സിലാക്കിയിട്ടാണ് നമ്മുടെ ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസ് അവരെ ഇവിടെ കൊണ്ടുവന്നത്. അവർക്ക് ഈ കേരളത്തിലൊക്കെ എത്താനുള്ള സംവിധാനം എങ്ങനെ? നമ്മുടെ കേന്ദ്ര ഇന്റലിജൻസ് നോക്കേണ്ട കാര്യം നിങ്ങൾ കേൾക്കൂ. നാട്ടിൽ ഏതെങ്കിലും ഒരു മാധ്യമ പ്രവർത്തകയെ വസ്തുതകളുടെ അടിസ്ഥാനത്തിലല്ലാതെ പിടിക്കുമ്പോൾ നിങ്ങൾ ഈ കൊടയായിട്ട് എന്താ ഇവിടെ വന്നിട്ട് പറയുക? അല്ലോ, ഇവിടെ പത്രസ്വാതന്ത്ര്യം നിശ്ചയിച്ചു. അവരെക്കുറിച്ചുള്ള വ്യക്തമായ വിവരങ്ങൾ കിട്ടിയപ്പോഴാണ് അവരെ അറസ്റ്റ് ചെയ്തത്. പക്ഷെ അവർ നടത്തിയ പ്രചാരണങ്ങൾ, ഈ പറയുന്ന LDF-കാരെല്ലാം പറഞ്ഞത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമാണ് എന്നാണ്. അത് നിങ്ങൾ നിഷേധിക്കരുത്. ശരി.